Hi friends, welcome back to our channel Physics Tutorial. Hope all of you are doing well. Today we are going to discuss part 4 video of electric charges and fields. Okay, if you have not watched till part 3, please watch it before going ahead with part 4. Okay, so today we are going to continue with electric field. Electric field ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. So electric field intensity due to a point charge, അതുപോലെ തന്നെ electric field due to system of charges, then electric field lines, properties of electric field lines, then electric dipole. ഇത്രയും പോയിന്റ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വീഡിയോയിലേക്ക് പോവാം. Here we have to find the electric field intensity due to a point charge. അതായത് ഒരു പോയിന്റ് ചാർജ് കൊണ്ട് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ് കാണാനുള്ളത്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞതാണ് അല്ലെ, E=F/Q ആയിരുന്നു. ഓക്കെ, സോ ഹിയർ വി ക്യാൻ കൺസിഡർ എ സോഴ്സ് ചാർജ് Q. അതായത് അറ്റ് എ പോയിന്റ് O വി ഹാവ് കെപ്റ്റ് എ സോഴ്സ് ചാർജ് Q. And at a distance r we have to place a test charge Q0. അതായത് ടെസ്റ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ്. അത് നമ്മൾ r എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിലാണ്, സോഴ്സ് ചാർജിൽ നിന്ന് r എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ് Q0 പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് രണ്ടും പോസിറ്റീവ് ചാർജ്, ബിക്കോസ് ടെസ്റ്റ് ചാർജ് ഈസ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. ഓക്കെ, അതുകൊണ്ട് ബോത്ത് ചാർജസ് പോസിറ്റീവ് ആയതുകൊണ്ട്, അതായത് സിമിലർ ചാർജസ് ആയതുകൊണ്ട് എന്ത് ചെയ്യും, ദേ വിൽ റിപ്പൽ ഈച്ച് അതർ. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അവ റിപ്പൽ ചെയ്യാണ് ചെയ്യുന്നത് സിമിലർ ചാർജസ് ആയതുകൊണ്ട്. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് P ആണ്. P എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കാണാനുള്ളത്. എങ്ങനെ കാണാം? E എന്ന് പറഞ്ഞാൽ F/Q ആണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക, ഡിവൈഡഡ് ബൈ Q0 ചെയ്താൽ മതി അല്ലേ. സോ വാട്ട് വി വിൽ ഗെറ്റ്, ദാറ്റ് ഈസ് ഫോഴ്സ് ഈസ് 1/4πε0 Q, yes, Q0/r² ഡിവൈഡഡ് ബൈ Q0 വരും അല്ലേ. അതായത് Q0 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, F/Q0 ആണല്ലോ. സോ വാട്ട് വി വിൽ ഗെറ്റ്, yes, E = 1/4πε0 Q/r². So that is the electric field intensity due to a point charge. Here F is equal to 1/4πε0 Q0/r² and then divided by Q0, right? So Q0 will get cancelled. Then we are getting E as 1/4πε0 Q/r². How we can write the electric field due to a point charge? That is E = 1/4πε0 Q/r². Now we have to find the electric field due to a system of charges. അതായത് ഒരു പോയിന്റ് ചാർജ് കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഒരു പോയിന്റ് ചാർജിന് പകരം നമ്പർ ഓഫ് ചാർജസ് ഉണ്ടെങ്കിൽ, അതായത് ഒരു സിസ്റ്റം ഓഫ് ചാർജസ് Q1, Q2, Q3 എക്സെട്ര Qn ചാർജസ് ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. In such a case we have to take the vector sum of the field due to individual charges. അതായത് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കണ്ടാൽ മതി, വെക്റ്റർ സം ഓഫ് ദ ഫീൽഡ് ഡ്യൂ ടു ഇൻഡിവിജ്വൽ ചാർജസ്. ഓരോ ചാർജസ് കൊണ്ടുണ്ടാവുന്ന ഫീൽഡ് കണ്ടിട്ട് അത് ആഡ് ചെയ്താൽ മതി. അതായത് E = E1 + E2 + എക്സെട്ര En നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതെങ്ങനെയാണ് കാണുന്നത് നോക്കാം. Here we can see a system of charges, that is Q1, Q2 etc. Qn. Let P be a point at a distance R1P, then R2P etc. RnP. Okay, from the charges Q1, Q2, Q3 etc. അതായത് ഇവിടെ കാണുന്ന സിസ്റ്റം ഓഫ് ചാർജസ് ആണ് Q1, Q2, Q3 എക്സെട്ര. അതുപോലെ P എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് Q1 ചാർജ് ഉണ്ടാക്കുന്ന ഡിസ്റ്റൻസ് ആണ് R1P, ദെൻ Q2ലേക്കുള്ള ഡിസ്റ്റൻസ് R2P. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഫീൽഡ് എങ്ങനെ കാണാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ടോട്ടൽ ഫീൽഡ് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, Q1 ഉണ്ടാവുന്ന ഫീൽഡ്, ദെൻ Q2 ഉണ്ടാവുന്ന ഫീൽഡ്, അതായത് E1, E2, E3 എക്സെട്ര En എല്ലാം കണ്ടതിന് ശേഷം എന്ത് ചെയ്യണം, അവ ആഡ് ചെയ്യണം. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്താൽ മതി, ആൾജിബ്രായിക് സമ്മിന് നമുക്ക് സമ്മേഷൻ്റെ രൂപത്തിൽ എഴുതാം അല്ലേ. അതായത് ER will be equal to 1/4πε0 സിഗ്മ, എവിടെ നിന്നായിരിക്കും ആഡ് ചെയ്യേണ്ടത് സമ്മേഷൻ, I = 1 to n, അതായത് ആദ്യം 1, 2, 3 എക്സെട്ര n ആണ് കാണുന്നത്. സോ സിഗ്മ I = 1 to n Q/r² പകരം എങ്ങനെ എഴുതാം, QI/RIP² into RIP cap. Okay, so that is the equation for finding the
electric field due to a system of charges. Otherwise, we can write it as E is equal to E1 plus E2 plus etc. En. Okay. The next topic is electric field lines. Electric field lines എന്താണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് ദ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. അതായത് ഒരു ഇമാജിനറി ലൈൻസ് അല്ലെങ്കിൽ ഇമാജിനറി റെപ്രസെൻറ്റേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയാം. ഇനി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. അതായത് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിലാണെങ്കിൽ ദാറ്റ് വിൽ ബി എ സ്ട്രേറ്റ് ലൈൻ, ആൻഡ് ഇൻ ദ കേസ് ഓഫ് എ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ദ ലൈൻസ് ഓഫ് ഫോഴ്സ് വിൽ ബി കർവ്ഡ്. ഓക്കെ, അപ്പോൾ യൂണിഫോം ആണെന്നുണ്ടെങ്കിൽ അത് സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. നോൺ യൂണിഫോം ആയിട്ടുള്ള ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി കർവ്ഡ്. ഓക്കെ. Also, the electric field line is a curve drawn in such a way that the tangent to it at each point is in the direction of net field at that point. അതായത് നമ്മൾ വരയ്ക്കുന്ന ഓരോ ടാൻജൻറ്റും നമുക്ക് തരുന്നത് എന്തായിരിക്കും? അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ ആയിരിക്കും തരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ടാൻജൻറ്റ് വരച്ചു കഴിഞ്ഞാൽ ആ ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്ക് കാണാൻ കഴിയും. Now we can look into the properties of field lines. എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ is start from positive charge and end at negative charge. അതായത് എപ്പോഴും ഒരു ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജിൽ നിന്നും എൻഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും? നെഗറ്റീവിലായിരിക്കും. അതായത് ദ ലൈൻസ് ഓഫ് ഫോഴ്സ് വിൽ ബി ഡയറക്റ്റഡ് എവേ ഫ്രം എ പോസിറ്റീവ് ചാർജ് ആൻഡ് ടുവേർഡ്സ് എ നെഗറ്റീവ് ചാർജ്. അതായത് ഒരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഫീൽഡ് ലൈൻസ് വരയ്ക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ആരോ മാർക്ക് പുറത്തേക്ക് വേണം വരയ്ക്കാൻ. അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജിൻ്റെ ആരോ മാർക്ക് ഇൻവേർട്സ് ആയിട്ട് വേണം വരയ്ക്കാൻ. ഓക്കെ. അതുപോലെ ടാൻജൻറ്റ് അറ്റ് എനി പോയിൻറ്റ് ഗീവ്സ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അതായത് ഓരോ പോയിന്റിലും നമ്മൾ വരയ്ക്കുന്ന ടാൻജൻറ്റ് എന്ത് തരും? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് തരുന്നത്. ദെൻ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ഗീവ്സ് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അതായത് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് സ്ട്രോങ്ങർ ഫീൽഡിനെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് മോർ കോൺസെൻട്രേഷൻ ഓഫ് ലൈൻസ് റെപ്രസെൻറ്റ് സ്ട്രോങ്ങർ ഫീൽഡ്. ഓക്കെ. So these are the properties of electric field lines. Here we can see the representation of electric field lines. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ പോസിറ്റീവ് ചാർജിൻ്റെ കേസിലും നെഗറ്റീവ് ചാർജിൻ്റെ കേസിലും വരയ്ക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജിൻ്റെ കേസിൽ നമുക്ക് കാണാൻ പറ്റും പ്ലസ് ക്യൂ എന്ന് പറയുന്ന ചാർജാണ് സെൻറ്ററിലുള്ളത്. അത് ഫീൽഡ് ലൈൻസ് എങ്ങോട്ടായിരിക്കും ഡയറക്റ്റ് ചെയ്യുന്നത്? ദാറ്റ് വിൽ ബി ഡയറക്റ്റഡ് എവേ ഫ്രം ദ പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ ഫീൽഡ് ലൈൻസ് എപ്പോഴും ആരോ മാർക്ക് പുറത്തേക്കാണ് വരയ്ക്കുന്നത്. ഇനി നെഗറ്റീവ് ചാർജ് ആണെന്നുണ്ടെങ്കിലോ ദാറ്റ് വിൽ ബി കമ്മിങ് ടുവേർഡ്സ് ദ നെഗറ്റീവ് ചാർജ്. ഓക്കെ, സോ ദാറ്റ് ദ ആരോ മാർക്ക് ഷോസ് ഇൻവേർഡ്സ്. സോ ഈ ഡിഫറൻസ് ഓർത്തിരിക്കുക. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ആരോ മാർക്ക് പുറത്തേക്കായിരിക്കും, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ആരോ മാർക്ക് ഇൻവേർഡ്സ്, അതായത് ഉള്ളിലേക്കായിരിക്കും വരയ്ക്കേണ്ടത്. ഇനി അടുത്തത് കൊടുത്തിട്ടുള്ളത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് രണ്ടും ഒരുമിച്ച് വരികയാണെങ്കിൽ ഒരു ഡൈപ്പോൾ എന്ന് പറയും. നമ്മൾ അടുത്ത കേസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഡൈപ്പോൾ. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി അങ്ങനെയാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഫീൽഡ് ലൈൻസ് വരിക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് ചാർജിൽ നിന്ന് എപ്പോഴും എന്തായിരിക്കും സംഭവിക്കുന്നത്? അത് ഫീൽഡ് ലൈൻസ് ആർ ഡയറക്റ്റഡ് എവേ. സോ ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജിൽ നിന്നാണ്, ദെൻ എൻഡ് ചെയ്യുന്നത് നെഗറ്റീവ് ചാർജിലായിരിക്കണം. ആ ഡിഫറൻസാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് പോസിറ്റീവ് ചാർജിൽ നിന്ന് വേണം ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യാൻ, ദെൻ ഇറ്റ് ഷുഡ് എൻഡ് ഇൻ നെഗറ്റീവ് ചാർജ്. ഓക്കെ. ഇനി രണ്ട് പോസിറ്റീവ് ചാർജസ് ആണെങ്കിലോ ഇവിടെ വി ക്യാൻ സീ ദാറ്റ് ടു പോസിറ്റീവ് ചാർജസ്, രണ്ട് പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫീൽഡ് ലൈൻസ് എപ്പോഴും എങ്ങോട്ടായിരിക്കും ഡയറക്റ്റ് ചെയ്യുന്നത്? ഔട്ട്വേർഡ്സ് ആയിരിക്കും അല്ലേ? അതായത് എവേ ഫ്രം ദ പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും എന്തായിരിക്കും? പുറത്തേക്കാണ് ഫീൽഡ് ലൈൻസ് പോകുന്നത്. അതിൻ്റെ സെൻറ്റർ പോർഷൻ എന്ന് പറയുന്നത് ഫ്രീ ആയിട്ടിരിക്കും. ഓക്കെ, സോ ദീസ് ആർ ദ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപ്പോൾ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അല്ലേ, രണ്ട് പോൾസ് ഉണ്ടാവും അവിടെ. സോ സപ്പോസ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആർ സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. അതായത് രണ്ട് ചാർജസ് ഈക്വലും ഓപ്പോസിറ്റും, അപ്പോൾ ഒരു പ്ലസ് ക്യൂ ഒരു മൈനസ് ക്യൂ ചാർജ് വളരെ ചെറിയൊരു ഡിസ്റ്റൻസിലാണ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ അറേഞ്ച്മെൻറ്റിനെ പറയുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപ്പോൾ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ, ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്
2a എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിലാണ് അവ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിസ്റ്റമാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. അതായത് 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ടോട്ടൽ ചാർജ്, അതുപോലെ തന്നെ ഫോഴ്സ്, ഈ ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ കേസിലുണ്ടാവുന്ന ടോട്ടൽ ചാർജും ടോട്ടൽ ഫോഴ്സും എന്തായിരിക്കും? 0 ആണ്. കാരണം അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണ്. അപ്പോൾ ടോട്ടൽ ചാർജ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ടോട്ടൽ ഫോഴ്സ് ഓൾസോ വിൽ ബി 0 ഇൻ ദ കേസ് ഓഫ് എ ഡൈപോൾ. ഇനി എന്താണ് ഡൈപോൾ മൊമെൻറ്റ്? ദാറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ചാർജ് ആൻഡ് ഡൈപോൾ ലെങ്ത്. ചാർജിൻ്റെയും ഡൈപോൾ ലെങ്ത്തിൻ്റെയും പ്രൊഡക്റ്റിനെയാണ് നമ്മൾ ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുക. ഡൈപോൾ മൊമെൻറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ചാർജ് ആൻഡ് ഡൈപോൾ ലെങ്ത്. എങ്ങനെ എഴുതാം? ചാർജ് എന്ന് പറഞ്ഞാൽ Q ആണ്. ഇവിടെ നമ്മൾ ഡൈപോളിൻ്റെ ലെങ്ത് ആയിട്ട് എടുക്കുന്നത് 2a ആണ്. സോ ഡൈപോൾ മൊമെൻറ്റിനെ P എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ P is equal to Q into 2a. ഓക്കെ, അവിടെ Q ചാർജാണ്, 2a is the dipole length. P is equal to Q into 2a is the dipole moment. ഇനി SI യൂണിറ്റ് എന്തായിരിക്കും? Q എന്ന് പറയുന്നത് ചാർജിൻ്റെ യൂണിറ്റ് കൂളമാണ്. ദെൻ ലെങ്ത്ത് മീറ്റർ. സോ കൂളം മീറ്റർ ഈസ് ദ SI യൂണിറ്റ് ഓഫ് ഡൈപോൾ മൊമെൻറ്റ്. ഓക്കെ, നൗ വി ക്യാൻ ഹാവ് എ ക്വിക്ക് റിവ്യൂ. ദ ഫസ്റ്റ് പോയിന്റ് വി ഹാവ് ഡിസ്കസ്ഡ് ഈസ് electric field due to a point charge. What was the equation? E is equal to 1/4 pi epsilon 0 Q by R square. Okay, next one, for a system of charges, the electric field. For finding the electric field, we have to take the vector sum of field due to individual charges. Okay, that is ER is equal to E1 plus E2 plus etc. En. Then electric field lines. They are the pictorial representation of electric field. Actually, it is an imaginary line and which represents the electric field. And the properties of electric field lines, which starts from positive charge and will end at negative charge. And tangent at any point gives the direction of electric field, and number of field lines gives intensity of electric field. Then we have studied the positive charges, negative charges, the pictorial representations of field lines. Okay, so in the case of positive charge, the field line, the arrow mark will be outwards, and in the case of negative charges, the arrow mark will be inwards. Okay, now electric dipole. It is a system of 2 equal and opposite charges separated by a small distance. And dipole moment is the product of charge and dipole length. That is P is equal to Q into 2a. The unit is coulomb meter. Okay, that much we have discussed today. The rest of the portion we can continue in the next class. So if you like my video, please like, share and subscribe. Thanks for watching.